എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് പുഡിങ് കണ്ടു നോക്കിയാലോ. 2 വലിയ ക്യാരറ്റ് ചോപ്പ് ചെയ്തതോ ഗ്രേറ്റ് ചെയ്തതോ എടുക്കുക. 1 ടേബിൾ സ്പൂൺ ബട്ടറോ നെയ്യോ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് വഴറ്റുക. ക്യാരറ്റ് ചെറുതായി വാടി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1/2 ഗ്ലാസ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ക്യാരറ്റ് കുക്കായിട്ടുണ്ട്. ഇനി ഇത് ഒരു ട്രേയിലോട്ട് മാറ്റാം. 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ 1/2 ഗ്ലാസ് പാലിൽ കട്ടയില്ലാതെ കലക്കി വെക്കണം. 500 ml പാലിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡും ചേർത്ത് കട്ടയില്ലാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറുതായിട്ട് തിള വരുമ്പോൾ ഇതിലേക്ക് 390 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇതിനി ക്യാരറ്റിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് 3 ബൗളിലേക്കും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇതിനി കവർ ചെയ്ത് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ തണുക്കാൻ വെക്കണം. 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് സെർവ് ചെയ്യാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് പുഡിങ്ങാണിത്. കുട്ടികൾക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ കുട്ടികളും ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.